ഇന്ന് നമ്മളൊരു ഗ്രേവി, പനീർ ഗ്രേവിയാണ് വെക്കുന്നത്. അതിനാണ് നമ്മൾ ആദ്യം കടുക് വറുത്ത്, ജീരകം ഇട്ട് കടുക് വറുത്തിട്ട് അതിനകത്തോട്ട് തൈരും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടെ നന്നായിട്ട് ആ തൈരിനകത്തിട്ട് കലക്കി നമ്മൾ അത് ജീരകത്തിൻ്റെ അകത്ത് കടുക് പൊട്ടിച്ചതിനകത്തോട്ട് ഒഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ കാജു, പറങ്ങാണ്ടിപ്പരിപ്പും സവാളയുള്ളിയും പിന്നെ തക്കാളിക്കായും കൂടെ നല്ലോണം വഴറ്റി അത് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ആ പേസ്റ്റ് കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് അതും നന്നായിട്ടൊന്ന് മൂക്കണം. അതിൻ്റെയും നമ്മളത് പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത്. നമ്മുടെ പനീറിന് അതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഉണ്ട്, അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ശകലം വെള്ളം ഒഴിച്ചൊന്ന് ഇതിനകത്തോട്ട് ഒഴിക്കും. അപ്പം പനീർ ഞാൻ എന്ത് ചെയ്തു, ഇതേണ്ടേ പനീർ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പിന്നെ എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പനീർ മസാല നല്ല അടിപൊളിയായിട്ടെല്ലാം തിളച്ച്, തൈരും ഒക്കെ കൂടെ അല്ലേ നമ്മൾ ചേർത്ത്, അപ്പം അതെല്ലാം കൂടെ നല്ലോണം തിളച്ച് നല്ലതായിട്ട് വരും. നമുക്ക് എത്രയാ വെള്ളം ആവശ്യത്തിന് എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ഇടും. നമുക്ക് ഒരു ശകലം ഗരം മസാലയും കൂടെ ചേർക്കാം, ഒരു ഇച്ചിരി. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പനീർ അത് നമുക്ക് അങ്ങോട്ട് ഇടാം. ഇത് 1/4 കിലോ പനീർ, നമ്മൾ ഈ പാക്കറ്റിലെ പനീറാണ് മേടിച്ചേക്കുന്നത്. അതാകുമ്പോൾ നല്ല സോഫ്റ്റ് പനീറാണ്. നമുക്കിതിന് ഇച്ചിരി ഉപ്പുണ്ടോന്നു. നമ്മളിതിന് കാജു ഒക്കെ അരച്ചുകൊണ്ട് നല്ല അടിപൊളി. ഇനി നമുക്ക് കസ്തൂരി മേത്തി ഇടണം, അല്ലെങ്കിൽ അതിനൊരു രുചിയും വരത്തില്ല. അപ്പോൾ എൻ്റെ കസ്തൂരി മേത്തി ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കസ്തൂരി മേത്തിയും കൂടെ ഒന്നും കയ്യിലോട്ടിട്ട് ഒന്ന് തിരുമ്മി കസ്തൂരി മേത്തി ഇട്ടില്ലെങ്കിൽ അതിനൊരു രുചിയും വരത്തില്ല. അപ്പോൾ നമ്മുടെ കസ്തൂരി മേത്തി ഇതേണ്ട നമുക്കതും കൂടെ ഇതിനകത്തോട്ട് ഇച്ചിരി ഏറെ ചേർക്കുന്നുണ്ട്, എന്നാലേ അതിനൊരു രുചി വരുത്തും. അപ്പം നമ്മുടെ കസ്തൂരി മേത്തി ഇട്ട് ഞാൻ തിളക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പനീർ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെ ബസുമതി റൈസിൻ്റെ ഗുലാബിനോട് കഴിക്കാം, റൊട്ടി ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കാം, ചോറുണ്ടാക്കി ചോറിൻ്റെ കൂടെയും കഴിക്കാം, എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം. അപ്പം നല്ല അടിപൊളി പനീർ മസാല. ഇനി നമുക്ക് ഒരു ശകലം ഇതുകൂടെ ഇടാം, ബട്ടർ നമ്മൾ പാലിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഒരു ശകലം കൂടെ ഇടും. അപ്പം ഞാൻ ഇച്ചിരി ക്രീമും കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. നമ്മൾ ഈ പശുവിൻ്റെ പാലിൻ്റെ ക്രീം എടുത്ത് വെക്കത്തില്ലേ, അത് ഇച്ചിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബട്ടർ മസാല എല്ലാം, പനീർ മട്ടർ മസാല എല്ലാം റെഡിയായി. ഇനി നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ.